നമസ്കാരം. കൃഷ്ണൻ ഉണ്ണീസ് കാണാ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് മലയാള സാഹിത്യത്തിന് വിലയേറിയ 14 പുസ്തകങ്ങൾ, പല മേഖലകളിലുള്ള പുസ്തകങ്ങൾ, കഥാസാഹിത്യമായിട്ടും വിജ്ഞാന സാഹിത്യമായിട്ടും പലതരത്തിലുള്ള മോട്ടിവേഷൻ പുസ്തകങ്ങളായിട്ടും പലതരത്തിലുള്ള പുസ്തകങ്ങളും മറ്റും സംഭാവന ചെയ്ത നടനും ഗായകനും എഴുത്തുകാരനും സംഗീതജ്ഞനും നാടക രചയിതാവും സംവിധായകനും എല്ലാമായിട്ടുള്ള ഒരു നല്ല സൈക്കോളജിസ്റ്റ് കൂടിയായ, അതിലപ്പുറം ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കുട്ടികളും മുതിർന്നവരും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയെത്തുന്ന ഒരു പ്രമുഖ കൗൺസിലിംഗ് വിദഗ്ധനുമായ MA സുഹൈൽ. നമസ്കാരം. നമസ്കാരം. ഓക്കെ. സുഹൈൽ, യെസ്. എഴുത്തിന്റെ മുമ്പേ നിങ്ങൾ നല്ലൊരു നടനായിട്ടാണ് യഥാർത്ഥത്തിൽ അരീക്കോട്ട് അറിയപ്പെടും കലാരംഗത്ത്. അതിനു മുമ്പേ നിങ്ങൾ നല്ലൊരു മാർക്കറ്റിംഗ് പ്രഗത്ഭനായിരുന്നു. മാർക്കറ്റിംഗ് രംഗത്ത് അത് LIC-യിലായിരുന്നു എൻ്റെ അറിവ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ഒരു ചെറുപ്പക്കാരൻ, ഇപ്പം വയസ്സായി എന്നല്ല, വളരെ ചെറുപ്പത്തിലുള്ള സുഹൈൽ ഇതേ പുഞ്ചിരി തന്നെയാണ് അന്നുള്ളത്. അത് ചിരിക്കൊരു മാറ്റം വന്നിട്ടില്ല. ആ പുഞ്ചിരിയും ആ മാനറിസങ്ങളും ആ രീതികളൊക്കെ ഉപേക്ഷിക്കാതെ, പക്ഷെ കരിയറിൽ മറ്റൊരു ഫേസിലേക്ക്, അതായത് ആ ബിസിനസ് ഏർപ്പാടിൽ നിന്ന് പാടെ മാറി 100% കലാസാഹിത്യ രംഗത്തേക്ക് മാറാൻ കാരണം എന്താണ്? യെസ്, വലിയ സന്തോഷം. കൃഷ്ണൻ ഉണ്ണീസ് കാണാ കാഴ്ചകൾ എന്ന ഈ ചാനലിൽ വരാനും മലിക്കിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനും കിട്ടിയ അവസരം വലിയ അവസരമാണ്. മലിക്കിന്റെ ചോദ്യം ഒരുപാട് മേഖലയിൽ നാടകരംഗത്ത് കുറെ കാലം ഉണ്ടായിരുന്നു, മാർക്കറ്റിംഗ് രംഗത്ത്, ഇൻഷുറൻസ് രംഗത്ത് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു കലാ സാഹിത്യ രംഗത്തേക്ക് വരാൻ എന്താണ് കാരണം എന്നതാണ്. ഇൻഷുറൻസ് രംഗത്തു നിന്ന് മാറാൻ കാരണം ഒരു ജോലി നമ്മൾ ഒരുപാട് കാലം, ഏകദേശം ഞാൻ 16 വർഷത്തോളം അന്നൊരു പാരലൽ കോളേജിന്റെ പ്രിൻസിപ്പളുമായിരുന്നു. തുടർച്ചയായിട്ടൊരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മടുപ്പ് ഉണ്ട് ആ ഒരു പ്രൊഫഷനിൽ. പക്ഷെ ആ സമയത്ത് ഞാൻ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുപോയിരുന്നു. ഒരു ഫ്രീഡം ആ ജോലിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ജോലി തിരഞ്ഞെടുത്തത്, മാർക്കറ്റിംഗ് ജോലി തിരഞ്ഞെടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിക്കും, അതിൻ്റെ കൂടെ കോളേജ് മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഇൻഷുറൻസ് രംഗത്തുള്ള ഒരു മടുപ്പ് കൊണ്ടാണ് അത് പാടെ ഒഴിവാക്കുകയും ഇപ്പൊ കഴിഞ്ഞ വർഷവും നാടകം ചെയ്തിട്ടുണ്ട്. അപ്പൊ നാടകം എന്ന കലയോട് വിട പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഏറ്റവും വല്ലാത്തൊരു പാഷൻ, എവിടേക്കോ എത്തണമെന്നും കീഴടക്കണമെന്നൊക്കെ തോന്നുന്നത് ഇപ്പോൾ എഴുത്ത് രംഗത്താണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ അതോടൊപ്പം തന്നെ കൗൺസിലിംഗ്, മോട്ടിവേഷൻ ക്ലാസ്, 2500 ക്ലാസ്സുകൾ ഇപ്പോൾ കേരളത്തിനകത്തും പുറത്ത് എടുത്തു കഴിഞ്ഞു. നാളെയും ക്ലാസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ജീവിതത്തിനൊരു എന്താ പറയാ, ഭംഗി വരുത്തുമെന്നാണ്, പൊലിമ വരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്നതും അതിൽ 1-2 കുറച്ചൊരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നതും ഇപ്പം എഴുത്തിനും കാര്യങ്ങൾക്കൊക്കെയാണ്. എഴുത്തിലേക്ക് ആകർഷിച്ച, അല്ലെങ്കിൽ എഴുത്തു വഴിയിലേക്ക് നിങ്ങളെ തിരിച്ചുവിട്ട എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ, പ്രചോദനം? ഓക്കെ. എഴുത്തിലേക്ക് പ്രചോദനമായത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോട്ടിവേഷൻ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു 10,000-ഓളം ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കള്, ക്ലാസ്സിലുള്ള ആളുകൾ, അഭ്യുദയകാംക്ഷികൾ, അവർ പറഞ്ഞു ഈ ക്ലാസ് വളരെ രസകരമാണ്, ഒരുപാട് വിജ്ഞാനം നൽകുന്നതാണ്, ഇതെല്ലാം ക്രോഡീകരിച്ച് നിങ്ങൾക്കൊരു പുസ്തകം എഴുതിക്കൂടെ എന്നൊരു ചിന്ത. അതൊരു മോട്ടിവേഷൻ പുസ്തകമാവുമല്ലോ. പ്രത്യേകിച്ച് മോട്ടിവേഷൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഒരു പുസ്തകത്തിനെ കുറിച്ച്, പ്രത്യേകിച്ച് ലിബി പബ്ലിക്കേഷൻസിന്റെ അക്ബർ, അദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്തായിരുന്നു, അദ്ദേഹം കൂടി അതിന് പ്രോത്സാഹനം നൽകുകയും ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും അതോടൊപ്പം കുറച്ച് പുതിയ കാര്യങ്ങളും ആഡ് ചെയ്തുകൊണ്ട് ചേർത്തുകൊണ്ട് മിടുക്കരാവാൻ 100 നല്ല പാഠങ്ങൾ എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകം, അതാണ്. അതിലെ ആദ്യത്തെ 50 ചാപ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ളതാണ്, ഒരുപാട് കഥകളും മോട്ടിവേഷൻ സ്റ്റോറീസ് ഒക്കെ ഉള്ളത്. പിന്നെ 25 ചാപ്റ്റർ രക്ഷിതാക്കൾക്കുള്ളതാണ്. അവസാനത്തെ 25 ചാപ്റ്റർ അധ്യാപകർക്കുള്ളതാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 3
ടയറും കൂടെ കൂടി ഒരു 3 ടയർ സിസ്റ്റം ആണെന്നാണല്ലോ പറയാം. അതുകൊണ്ട് അവരെ 3 പേരെയും ഒരുമിച്ച് ചേർത്തി ഇപ്പൊ ആ പുസ്തകം എന്റെ ഭാഗ്യത്തിന് എന്താണെന്നറിയില്ല, ആളുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ 8ാമത്തെ എഡിഷൻ ഇറങ്ങാൻ പോവുകയാണ് അടുത്ത മാസം. കൺഗ്രാചുലേഷൻസ്. അപ്പൊ അതാണ് ഇതിലേക്ക് വരാനുള്ള കാരണം. പുസ്തകം എഴുതാൻ മോട്ടിവേഷൻ രംഗത്തുള്ള പ്രവർത്തനമാണ് അത്തരം ഒരു പുസ്തകം ആദ്യം എഴുതാനുണ്ടായ കാരണം. നിങ്ങൾക്ക് താല്പര്യം ഈ കഥാസാഹിത്യത്തിലാണോ അതല്ല ഈ നാടക സാഹിത്യത്തിലാണോ? നാടക സാഹിത്യം മീൻസ് അറിയാലോ, ഒരു ദൃശ്യവൽക്കരണ രീതിയിലാണോ? യെസ്. ഈ കഥയില് ആണോ? ഏതാ താല്പര്യമുള്ള മേഖല? ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് കൗതുകം തരുന്നത്, എനിക്ക് കണ്ണീര് വരുന്നത്, എനിക്ക് പേടി തോന്നുന്നത് കഥാരചനയോടാണ്. ഒരു കഥ നമ്മൾ എഴുതുമ്പോൾ അത് പൂർത്തിയാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ട്. അത് വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ പറഞ്ഞതുപോലെ, അത് വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ ചിരിക്കുന്നതും അത് വായിച്ചിട്ട് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും കരയുന്നതും അദ്ദേഹം തന്നെയാണെന്നാ പറയാം. അപ്പൊ നമ്മുടെ ചില കഥകളൊക്കെ അതിന്റെ ചില മുഹൂർത്തങ്ങളൊക്കെ വായിക്കുമ്പോഴും വായിച്ചു കൊടുക്കുമ്പോഴും, ആദ്യം ഭാര്യക്കും മക്കൾക്കും ഒക്കെ ആദ്യം നമ്മളൊന്ന് വായിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ചാലഞ്ചായിട്ട് തോന്നുന്നത് കഥ എഴുതുന്നതാണ് ഏറ്റവും രസകരവും ആത്മസംതൃപ്തി നൽകുന്നതുമായിട്ടുള്ള രചന രീതി. എഴുത്ത് മേഖലയിൽ വരുന്ന സമയത്ത്, അതായത് ഒരു ഷിഫ്റ്റ് ആണല്ലോ ശരിക്കും ലൈഫിൽ ഉണ്ടാകുന്നത്. ആ ഷിഫ്റ്റിന്റെ സമയത്ത് നിങ്ങൾക്ക് ഈ മാനസികമായുള്ള സംഘർഷവും അല്ലെങ്കിൽ ബേജാറുണ്ടായിരുന്നു? നമ്മുടെ അരീക്കോടൻ ലാംഗ്വേജിലെ ബേജാറ് എനിക്ക് സത്യത്തില് ഒരു രക്ഷപ്പെടലാണ് തോന്നിയത്. കാരണം നിങ്ങൾ പറഞ്ഞ ബേജാറും മാനസിക സംഘർഷത്തിൽ നിന്നാണ് ഇതിലേക്ക് വരുന്നത്. ഈ മാർക്കറ്റിംഗ് രംഗം എപ്പോഴും വെട്ടിപ്പിടിക്കാനും പുതിയ കോടികൾ ബിസിനസ് ചെയ്യാനും, നാളെ ആരെ കാണണം മറ്റന്നാൾ ആരെ കാണണം, അങ്ങനെയുള്ളൊരു ഓട്ടമാണത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്ര ഉയർന്നാലും നമുക്ക് സംതൃപ്തി വരില്ല അതില്. അപ്പോൾ ആ ഒരു ടെൻഷനിൽ നിന്നും ആ ഒരു കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടലായിരുന്നു എഴുത്തിന്റെ രംഗത്തേക്കുള്ള. അത് യഥാർത്ഥത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ബൈപ്പാസ് ആയിരുന്നു. നല്ലൊരു സുഖകരമായ ഒരു കാലാവസ്ഥയായിരുന്നു അത് ഉണ്ടാക്കി തന്നത്, എഴുത്തിന്റെ രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഈ കഥകൾ സാധാരണ പറയലുണ്ട്, കഥകൾ നമ്മളുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ പെറുക്കിയെടുക്കുന്നു. ഒരു കഥ എഴുതണമെങ്കിൽ അത്യപൂർവമായ അല്ലെങ്കിൽ അത്യപാരമായ ഒബ്സർവേഷൻ സ്കില്ല് വേണം. യെസ്. അതുപോലെ തന്നെ ഒരു നടനും ആവശ്യമുള്ള സാധനമാണ് ഒബ്സർവേഷൻ. മാർക്കറ്റിംഗ് രംഗത്തും അത് വേണം. ഒരു നിരീക്ഷണങ്ങള്, ക്യാരക്ടർ റീഡിങ്, ഇങ്ങനെ ഒരുപാട് സംഗതികൾ കൂടി ചേരുമ്പോൾ മാത്രമേ ഒരു നല്ല എഴുത്തുകാരൻ ജനിക്കൂ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാകാൻ സാധിക്കും. അപ്പൊ സമൂഹത്തിൽ നിങ്ങളെ കൂടെ ചുറ്റുള്ള ജീവിതങ്ങളിൽ നിന്ന് നിങ്ങള് ആ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ എഴുതിയ ഒരു കഥ ഏതാ? ഞാൻ എൻ്റെ 6-7 കഥാസമാഹാരങ്ങളാണ് എഴുതിയതെന്നാണ് എൻ്റെ ഓർമ്മ. 7-8. അതിലെ ഏകദേശം പകുതിയും പലരുമായിട്ട് സംസാരിക്കുന്നു. അപ്പം ഇവിടെ കഥ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വലിയ വായനശാലക്ക് മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ദേശസേവിനി വായനശാല കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ 1-2 വായനശാലകൾ ഒന്നാണിത്. അപ്പോൾ പുസ്തകത്തിന്റെ ഇടയിലാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ചുറ്റിലും കഥകളുണ്ട്. നമ്മളൊരു ചായക്കടയിൽ പോയി ചായ കുടിക്കാൻ നിന്നാൽ നമുക്കൊരു കഥ ചിലപ്പോൾ വീണ് കിട്ടും. ഇപ്പൊ മലിക്കിനോട് ഞാൻ സംസാരിക്കുമ്പോൾ മലിക്ക് പറയുന്ന ഒരു കവിതയിലൊരു വാക്കോ, മലിക്ക് പറയുന്ന എന്തെങ്കിലും ജീവിതാനുഭവങ്ങളോ, മലിക്കിനുണ്ടായ ഒരു യാത്രാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പുതിയൊരു കഥ ലഭിക്കും. അപ്പം കഥകള് നമ്മൾ അയാളൊന്ന് ചാരി നിൽക്കേണ്ട ആവശ്യമേ ഉള്ളൂ. എൻ്റെ കഥകളിൽ എൻ്റെ ആദ്യത്തെ പുസ്തകം, പുസ്തകത്തിന്റെ പേര് തന്നെ ഓംലെറ്റും കട്ടൻ ചായയും പിന്നെ ജിന്നും എന്നതാണ്. അപ്പൊ അത് അരീക്കോട് ചുറ്റുവട്ടത്തുള്ള എനിക്ക് ഏറ്റവും അടുത്ത് നമുക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു പ്രായം ചെന്ന ഒരു 80-90 വയസ്സുള്ള ഒരാളുടെ ജീവിത കഥയുമായിട്ട് അദ്ദേഹം ഒരു ദിവസം വെറുതെ അവിടെ ഒരു കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ പറഞ്ഞ ഒരു കഥയിൽ നിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ നാടകത്തിന് പോകുമ്പോൾ എടപ്പാളിലായിരുന്നു നാടകത്തിന്റെ ട്രൂപ്പ്. അവിടെയും ഇതുപോലെ ഒരു കട്ടൻ ചായ വിൽപ്പനക്കാരനുണ്ട്. അപ്പൊ നാടകം കഴിഞ്ഞ് 3 മണി 4 മണിക്ക് ഞാൻ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇയാളെ കാണും. അതുപോലെ തന്നെ ഈ അരീക്കോട്ടുകാരനെയും കാണും. അത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് ഉണ്ടായ ഒരു കഥയാണ് ഓംലെറ്റും കട്ടൻ ചായ. അതിന്റെ ടൈറ്റിൽ തന്നെ ഞാനത് ഇടാൻ കാരണവും അത് തന്നെയാണ്. അതിന്റെ ആ ടൈറ്റിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ എൻ്റെ പുസ്തകത്തില് എന്താണ് പപ്പടക്കണ്ണൻ എന്ന് പറയുന്ന ചോദിക്കാൻ വരുന്ന ചോദ്യമാണ്. പപ്പടക്കണ്ണനില് ആദ്യം ഞാൻ 7 കഥ അങ്ങനെ എന്തോണ് എഴുതിയത്. അപ്പോൾ അത് അത്ര പോരാ, പേജ് പോരാന്ന് തോന്നി. പിന്നെ നമുക്കൊരു ബ്ലോക്ക് ഉണ്ടാവുമല്ലോ.
എത്ര ആലോചിച്ചിട്ടും പുതിയ സാഹചര്യവും പുതിയ പശ്ചാത്തലവും പുതിയൊരു നല്ല കഥ നമുക്ക് സംതൃപ്തി തോന്നുന്ന ഒരു കഥ വരുന്നില്ല. അങ്ങനെ ഞാൻ ആകെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഓതർ പറഞ്ഞു കുറച്ചും കൂടി ഒരു 5-8 പേജും കൂടി വേണം, പബ്ലിഷർ പറഞ്ഞു, പിന്നെ 5-8 പേജും കൂടി വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അലയാണ് കഥയ്ക്ക് വേണ്ടി. അപ്പോൾ ഒരു ദിവസം മലപ്പുറം ഒരു ഓഫീസിൽ കയറിയപ്പോഴാണ് ഇങ്ങനെ പപ്പടം വിൽറ്റ് നടക്കുന്ന ഒരാളെ കാണാൻ സഹായിക്കുകയും അയാളുമായിട്ട് ഒരു 2 മിനിറ്റ് സംസാരിക്കുകയും ചെയ്തപ്പോഴാണ് ഈ പപ്പടക്കണ്ണൻ എന്ന് പറയുന്ന കഥയുടെ ഒരു പിന്നെ കഥാതന്തു എനിക്ക് വന്നു. ഉടൻ തന്നെ വീട്ടിൽ മടങ്ങി വരികയും പേപ്പർ എടുക്കുകയും അതങ്ങോട്ട് പകർത്തുകയുമാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ നമ്മുടെ ചുറ്റിലും കഥകളുണ്ട്. ഒരു ദിവസം അതേപോലെ ഇനിയിപ്പോൾ എന്താ എഴുതാന്ന് വിചാരിച്ചത് ഇങ്ങനെ നിൽക്കുമ്പോൾ ടേബിളിൽ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ബൈക്കിൻ്റെ കീ അത് താഴോട്ട് വീണു. കഥയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താക്കോല് താഴെ വീണു. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു താക്കോലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലുണ്ടായിരുന്ന ഒരു നായയും ഒരു കുട്ടിയും ഒരു അച്ഛനും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്ന ഒരു പെൺകുട്ടിയും ഈ താക്കോലുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെയാണ് കഥകൾ അങ്ങോട്ട് എങ്ങനെയാ അത് വരുന്നത് എന്ന് ചിലപ്പോൾ നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയും വന്ന കഥകളുണ്ട്. മുമ്പ് KC അബൂബക്കർ മൗലവി എന്നൊരു പ്രഗത്ഭനായ പ്രഭാഷകൻ എന്നുള്ളതിലേക്കാണ് കൂടുതൽ. മൂപ്പരോട് വല്ലാതെ ഉപമകൾ പറയുന്ന ഒരാളെ. മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന ഈ ഉപമ എങ്ങനെ കിട്ടുന്നത്? അതിന് മൂപ്പര് പറഞ്ഞ മറുപടി എന്താ പറയുക, അത് വാഴക്ക് കൂമ്പ് വരും പോലെയാണ്. അത് മറ്റൊരു ഉപമയാണ്. അതുപോലെ ഈ ഒരു കഥ എവിടുന്ന് പെറുക്കിയെടുക്കുന്നു എന്നുള്ളത് മറ്റൊരു കഥ പോലെ മനോഹരമായിട്ടാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. താങ്ക് യു.